അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അള്ളാഹു അസ്സവജലിൻ്റെ വചനം കടമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നിയമപരമായി കൊടുക്കാവുന്നതാണ്. 4-ാമത്തെ സൂറത്ത് 11-ാമത്തെ ആയത്ത്. അപ്പോൾ ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ സമ്പത്ത് വിൽപത്രത്തിലുള്ളതുപോലെ കൊടുക്കുക, അത് കഴിഞ്ഞ് കടമുള്ളത് കൊടുക്കുക, ബാക്കിയുള്ള സ്വത്താണ് വീതം വയ്ക്കുന്നത്. ഖൗലില്ലാഹി അസ്സവജല്ല മിൻ ബഅദി വസിയ്യതിൻ യൂസി ബിഹാ ഔ ദൈൻ. അന്നിസാ 11. ശുറൈഹ്, ഉമർ ബിൻ അബ്ദുൽ അസീസ്, താവൂസ്, അതാ ഇബ്നു ഉദൈന ഇവരൊക്കെ പറഞ്ഞതായിട്ട് പറയുന്നു, അല്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെ കണക്കാക്കിയിരുന്നു എന്ന് പറയുന്നു. ഒരു രോഗിയായ മനുഷ്യൻ, രോഗി എന്നുകൊണ്ട് മരണരോഗമാണ് ഉദ്ദേശിക്കുന്നത്, മരണാസന്നനായ ഒരു മനുഷ്യൻ കടം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് നിയമപരമായി സാധുതയുള്ളതാവുന്നു, ആ കടം കൊടുത്തു തീർക്കേണ്ടതാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അൽ ഹസൻ പറയുന്നു, ഏറ്റവും നല്ല ദാനം എന്ന് പറയുന്നത് ആളുടെ ജീവിതത്തിൻ്റെ അവസാന ദിവസവും കൊടുക്കുന്നതാകുന്നു, അതായത് പുതിയ ജീവിതത്തിൻ്റെ ആദ്യ ദിവസം എന്ന് പറഞ്ഞാൽ അൽ ഹസൻ്റെ അഭിപ്രായത്തിൽ മരണ ദിവസം കൊടുക്കുന്ന ദാനമാണ് ഏറ്റവും നല്ല ദാനം. പക്ഷേ നമ്മൾ തൊട്ട് മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കണ്ടിരുന്നു നേരത്തെ കൊടുക്കുന്നതാണ് നല്ലത് എന്ന്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടും ശരിയാണ്, രണ്ടും സഹീഹാണ്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ദാനം കൊടുക്കാൻ കഴിവുള്ളപ്പോൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അതൊക്കെ കൊടുത്തു വെച്ചിട്ടുള്ള ഒരാൾ ഇപ്പോൾ സമയാസമയങ്ങളിൽ കൊടുക്കേണ്ടത് മുഴുവൻ കൊടുത്തിട്ടുണ്ട്, പാവങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ട്, പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുത്തു, പാവങ്ങളുടെ പെമ്മക്കളെ കെട്ടിച്ചു വിട്ടു, ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവസാനം പിന്നെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദാനം. അതായത് ജീവിതത്തിലെ അവസാന ദിവസം, പുതിയ ജീവിതം തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ ദിവസം, അതായത് മരണ ദിവസം. ഇബ്രാഹിമും അൽ ഹക്മും പറയുന്നു, ഒരു രോഗിയായ മനുഷ്യൻ അവൻ്റെ പരമ്പരാവകാശികളുള്ള ഒരാളെ കടത്തിൽ നിന്നും മുക്തനാക്കി, അതായത് ബന്ധുക്കൾ ആരെങ്കിലും കടം കൊടുക്കാനുണ്ടായിരുന്നു, മക്കളാരെങ്കിലും, സ്വത്തിൻ്റെ അവകാശത്തിലുള്ള ഒരാൾ, അങ്ങനെയാണെങ്കിൽ ആ കടം ഒഴിവാക്കിയതായി കണക്കാക്കാവുന്നതാണ്. റാഫി ബിൻ ഖദീജ് ഒരു വിൽപത്രം തയ്യാറാക്കി, അതിലത് എഴുതിയിരുന്നു ഫസരിയ എന്ന ഭാര്യ അവരുടെ വീട് മറ്റാർക്കും അവകാശം ഇല്ല എന്ന്. അപ്പോൾ ആ വീട് പൂർണ്ണമായിട്ടും അവർക്ക് കൊടുത്തു, അതിൻ്റെ വീതം ചോദിച്ചുകൊണ്ട് ആരും ചെല്ലരുത് എന്ന് അദ്ദേഹം എഴുതി വച്ചിരുന്നു. അൽ ഹസൻ പറയുന്നു, ആരെങ്കിലും ഒരാൾ അയാളുടെ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് അയാളുടെ അടിമയോട് പറയുകയാണ്, ഞാൻ നിന്നെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു, അങ്ങനെ പറഞ്ഞാൽ ആ സ്വാതന്ത്ര്യം, അടിമത്വ മോചനം നിയമപരമായി സാധുതയുള്ളതാകുന്നു. അഷാബി പറയുന്നു, ഒരു മരിക്കുന്ന സ്ത്രീ പറയുകയാണ്, എൻ്റെ ഭർത്താവ് എനിക്ക് തരാനുണ്ടായിരുന്ന, അതായത് ഭാര്യയും ഭർത്താവും ഭാര്യയും തമ്മിലൊക്കെ കടം മേടിക്കലും കൊടുക്കലൊക്കെ പതിവാണ്. അതായത് അന്ന് കാലത്ത് ഇസ്ലാമിക നിയമം നിന്നിരുന്ന സമയത്ത് അവർക്ക് അവരുടേതായ സമ്പത്ത് ഉണ്ടായിരുന്നു. ഭാര്യ വീട്ടു ചിലവിനൊറ്റ പൈസയും ചിലവാക്കേണ്ട കാര്യമില്ല ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ട്, ഭർത്താവാണ് ചിലവാക്കേണ്ടത്. നമ്മളൊക്കെ ഭാര്യയുടെ കെട്ടുതാലി പണയം വെപ്പിച്ചിട്ടൊക്കെയാണ് വീട് നടത്തുന്നത്, അത് ശരിക്കും തെറ്റാണ്. ഭാര്യയുടെ സ്വത്ത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും സ്വത്ത് രണ്ടാണ്, ഒന്നല്ല, ഒരു വീട്ടിലുള്ള സ്വത്തല്ല. നമ്മുടെ നാട്ടുകിടപ്പൊക്കെ അനുസരിച്ച് നമ്മൾ നിയമത്തിൽ അല്പം വെള്ളം ചാലിച്ചിട്ടുണ്ട് എങ്കിലും അത് ശരിയല്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഒരു ഭാര്യ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, എൻ്റെ ഭർത്താവ് എനിക്ക് തരാനുള്ളതെല്ലാം തന്നു കഴിഞ്ഞു, ഞാനത് സ്വീകരിച്ചിരിക്കുന്നു, അങ്ങനെ പറഞ്ഞാൽ ആ പറച്ചിൽ നിയമപരമായി സാധുത ഉള്ളതാകുന്നു. അതായത് പിന്നെ ഭർത്താവിൻ്റെ കടം കൂട്ടേണ്ട കാര്യമില്ല. അതായത് ഭർത്താവ് 1,00,000 കൊടുക്കാനുണ്ടെന്ന് വിചാരിക്കുക ഭാര്യയ്ക്ക്, അപ്പോൾ ആ 1,00,000 കൂടി ഭാര്യ മരിച്ചു കഴിയുമ്പോൾ ഭാര്യയുടെ സ്വത്തായി കണക്കാക്കി വീതം വയ്ക്കേണ്ടി വരും. പക്ഷേ ആ സമയം ഭർത്താവിനോട് ഭാര്യ പറയുകയാണ്, എൻ്റെ ഭർത്താവ് തരാനുള്ളതെല്ലാം എനിക്ക് തന്നിരിക്കുന്നു, ഞാനത് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ 1,00,000 രൂപ പിന്നെ ഭാര്യയുടെ സ്വത്തല്ല. അപ്പോൾ വീതം വയ്ക്കുമ്പോൾ അത് കൊടുക്കേണ്ടത് അത് ഭർത്താവിൻ്റെ സ്വത്തായിട്ടിരുന്നോളും കയ്യിൽ ഉണ്ടെങ്കിൽ. മരിക്കുന്ന ആളുടെ കുറ്റസമ്മതം അല്ലെങ്കിൽ ഏറ്റുപറച്ചിൽ ആളുടെ അവകാശികളിൽ നിന്നുള്ള ഒരാളുടെ കടത്തിനെ പറ്റിയിട്ടാണെങ്കിൽ അത് ചിലപ്പോൾ സംശയാസ്പദമായേക്കാം. ഇപ്പോൾ ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ മോന് മോളൊക്കെ മരണസമയത്ത് വാപ്പാടെയും ഉമ്മാടെയും സ്വത്ത് എഴുത്തള്ളിയതായി പ്രഖ്യാപിക്കാൻ പറഞ്ഞാൽ അത് നിർബന്ധത്തിലൂടെ പറയിപ്പിക്കുന്നതാണോ എന്ന് സംശയം ഉണ്ടാകാവുന്നതുകൊണ്ട് മറ്റു ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്, അത് ശരിയല്ല എന്ന്. പക്ഷേ അൽ ഹസൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പൊതുവെ പണ്ഡിത അഭിപ്രായമാണ്. നമ്മുടെയൊക്കെ കാലത്ത് നമുക്കൊക്കെ ഈമാൻ കുറവായതുകൊണ്ട്, അന്നത്തെ സഹാബാക്കളുടെ താബീങ്ങളുടെ കാലത്ത് അവരത് ചെയ്യില്ല. പക്ഷെ നമ്മുടെ കാലത്ത് എഴുതി തള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ള വീതം കുറേ കൂടെ കിട്ടും, അതിൽ കയ്യിൽ നിന്ന് പോകും. ഇപ്പോൾ കച്ചവടം ചെയ്ത് പാപ്പരായിരിക്കുന്ന ഒരു മോനെ ഒന്നും കൊടുക്കാനില്ല, ഇനി വീതം കിട്ടിയിട്ട് വേണം എന്തെങ്കിലും നടത്തണമെങ്കിൽ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നിർബന്ധിച്ച് പാപ്പ എനിക്ക് കടാനുള്ള ഒന്നും ഇല്ലല്ലോ, എൻ്റെ അങ്ങ് എഴുതി തള്ളിയേക്കോ എന്ന് പറഞ്ഞ് സ്വാധീനിച്ച് ചെയ്യിപ്പിക്കുന്നതാവാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിനെ പലരും എതിർക്കുന്നും ഉണ്ട്.
പക്ഷെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തോടെ ഏൽപ്പിച്ച കാര്യങ്ങൾ, സാധനങ്ങൾ, രഹസ്യമായ പങ്കുകച്ചവടം ഇതിനെയൊക്കെ സംബന്ധിച്ച് അവർക്ക് താല്പര്യക്കുറവൊന്നുമില്ല, അവരത് അംഗീകരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സംശയം ഒഴിവാക്കുക, സംശയമാകുന്നു ഏറ്റവും തെറ്റായ കഥകളിൽ ഒന്ന്. മുസ്ലിങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നാൻ ആർക്കും അധികാരമില്ല, അത് അനീതിയാകുന്നു, നിയമപരമായി തെറ്റാകുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റി പറഞ്ഞു, ഒരു മുനാഫിഖ് അല്ലെങ്കിൽ കപടവിശ്വാസിയുടെ അടയാളം എന്ന് പറയുന്നത് തന്നെ അവനെ ആരെങ്കിലും എന്തെങ്കിലും കാര്യം ഉത്തരവാദിത്തപ്പെട്ട് ഏൽപ്പിച്ചാൽ അവൻ അതിൽ ചതിക്കും എന്നുള്ളതാകുന്നു. അള്ളാഹു തആലയും പറയുന്നു, തീർച്ചയായും അള്ളാഹു ഉത്തരവിടുന്നു, നിങ്ങളിൽ ഉത്തരവാദിത്തത്തോടെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ അവകാശികൾക്ക് ആർക്കാണോ ഉള്ളത് അത് തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എത്തിക്കുക. 4-ാം സൂറത്ത് 58-ാമത്തെ ആയത്ത്. ഇത് അവകാശികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ പറഞ്ഞ് തിരിച്ചിട്ടില്ല. ഒരാളുടെ സ്വത്ത് എന്ന് പറഞ്ഞാൽ ആളുടെ സ്വത്തിലേക്കാണ് ചെന്ന് ചേരേണ്ടത്. വയുദ്കറു അന്ന ശുറൈഹൻ വഉമർ ഇബ്നു അബ്ദുൽ അസീസ് വതാവൂസൻ വതാഅൻ വഇബ്നു ഉദൈനത ഇജാസ ഇഖ്റാഅൽ മരീദി ബിദൈനിൻ വഖാല അൽ ഹസനു അഹഖു മാ തസദ്ദഖ ബിഹി റജുലു ആഖിറ യൗമിൻ മിന ദുനിയ വഅവ്വല യൗമിൻ മിനൽ ആഖിറ വഖാല ഇബ്രാഹീമു വൽ ഹകമു ഇദാ അബ്റ അൽ വാരിസ മിന ദൈനി ബരീഅ വഔസാ റാഫിഉ ഇബ്നു ഖദീജ ألا تكشف امرأة الفزارية عما أغلق عليه بابها. وقال الحسن إذا قال لمملوكه عند الموت كنت أعتقتك جاز. وقال الشعبي إذا قالت امرأة عند موتها إن زوجي قضاني وقبلت منه جاز. وقال بعض الناس لا يجوز إقراره لسوء الظن به للورثة ثم استحسن فقال يجوز إقراره بالودية وبضاعة والمضاربة. وقد قال النبي صلى الله عليه وسلم إياكم والظن فإن الظن أكذب الحديث. لا يحل المال المسلمين لقول النبي صلى الله عليه وسلم آية المنافق إذا اؤتمن خان. وقال الله تعالى إن الله يأمركم أن تؤدوا الأمانات إلى أهلها. النساء 58. فلم يخص وارثا ولا غيره فيه عبد الله بن عمرو عن النبي صلى الله عليه وسلم. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഒരു മുനാഫിഖ് അല്ലെങ്കിൽ കപടവിശ്വാസിയുടെ അടയാളങ്ങൾ 3 ആകുന്നു. അവൻ സംസാരിച്ചാൽ നുണയെ പറയുകയുള്ളൂ, അവനെ എന്തെങ്കിലും വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ അവൻ അത് ഒറ്റും അല്ലെങ്കിൽ വിശ്വാസവഞ്ചന ചെയ്യും, അവൻ എന്തെങ്കിലും വാഗ്ദാനം ചെയ്താൽ അവൻ ആ വാഗ്ദാനം പൊട്ടിക്കും അല്ലെങ്കിൽ അത് പാലിക്കാതിരിക്കും, തെറ്റിക്കും. ഇത് 33-ാമത്തെ ഹദീസ് 1-ാമത്തെ വല്യത്തിൽ തന്നെ തുടക്കത്തിൽ നമ്മൾ കണ്ടതാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ആയത്തുൽ മുനാഫിഖി സലാസുൻ ഇദാ ഹദ്ദസ കദബ വഇദാ തുമിന ഖാന വഇദാ വഅദ അഖ്ലഫ. അല്ലാഹു തആലയുടെ വചനത്തിൻ്റെ വിശദീകരണം, കടം ഒക്കെ ഉണ്ടെങ്കിൽ കൊടുത്തു തീർത്തതിന് ശേഷം ബാക്കിയുള്ളത് നിയമപരമായി ഉപയോഗിക്കാവുന്നതാണ് എന്ന് പറയുന്ന ആയത്ത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടിരുന്നു. തഅ്വീലി ഖൗലില്ലാഹി തആല മിൻ ബഅദി വസിയ്യത്തിൻ യുസാബിഹാ ഔ ദൈൻ. അന്നിസാ 11. ഇതിൽ വിശദീകരണത്തിൽ സൂറത്ത് 4 12-ാമത്തെ ആയത്തെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഹദീസിൽ അറബിയിൽ സൂറത്ത് നിസാ 11 എന്നാണ് എഴുതിയിരിക്കുന്നത്, തെറ്റാണ്, 12ആണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചതായിട്ട് പറയുന്നു. അത് കടം കൊടുത്തു തീർക്കണം വിൽപത്രം എഴുതുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വിൽപത്രത്തിനും അതീതമാണ് കടം. വയുദ്കറു അന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദ്ദൈനി ഖബ്ലൽ വസിയ്യതി. അല്ലാഹു അസ്സ വജലിന്റെ വചനം, തീർച്ചയായും അള്ളാഹു ഉത്തരവിടുന്നു, നിന്നിൽ വിശ്വസിച്ച് ഏൽപ്പിച്ചവയൊക്കെ തിരിച്ചേൽപ്പിക്കുക. അത് കടം അല്ലെങ്കിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച അമാനത്ത് എല്ലാം ആയിരിക്കും. അത് ആർക്കാണോ കൊടുക്കേണ്ടത് അവർക്ക്. 4-ാമത്തെ സൂറത്ത് 58-ാമത്തെ ആയത്ത്. അങ്ങനെ കൊടുക്കാനുള്ളത് കൊടുത്തു തീർക്കുക എന്നുള്ളതിന് മുൻതൂക്കമുണ്ട്. അതാണ് ആദ്യം ചെയ്യേണ്ടത്, സ്വന്തം ഇഷ്ടപ്രകാരം എഴുതി വെച്ചിരിക്കുന്ന വിൽപത്രത്തിനേക്കാൾ മുമ്പ്. അപ്പോൾ കടം കഴിഞ്ഞിട്ടാണ് വിൽപത്രം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാനം കൊടുക്കുക എന്നുള്ളത് സമ്പന്നനല്ലെങ്കിൽ
അത് പാടില്ല, അത്ര നല്ല കാര്യമല്ല, അത് ശുപാർശ ചെയ്യുന്നില്ല. അപ്പോൾ സമ്പന്നരായ ആൾക്കാർ, കോടീശ്വരന്മാരൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ. പാവങ്ങൾ ഒരു മുറി കഷ്ണം വീടും പറമ്പും മാത്രമുള്ള ഒരാളൊക്കെ ആണെങ്കിൽ കൊടുക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. ദാനം കൊടുക്കുക, അല്ലെങ്കിൽ വിൽപത്രം എഴുതി വയ്ക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ വിൽപത്രത്തിൽ ദാനം എഴുതി വയ്ക്കുക എന്നുള്ളത് നിർബന്ധം ഇല്ല. ഇബ്നു അബ്ബാസ് പറയുന്നു, ഒരു അടിമയ്ക്ക് അയാളുടെ ഉടമയുടെ അനുവാദമില്ലാതെ വിൽപത്രം എഴുതാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അടിമ എന്ന് പറയുന്നത് ഉടമയുടെ സമ്പത്തിൻ്റെ രക്ഷാധികാരിയാകുന്നു. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഖൗലിഹി അസ്സ വജല്ല ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അൻ-നിസാ 58. ഫഅദാഹുൽ അമാനതി അഹഖു മിൻ തതവ്വുഇൽ വസിയ്യതി വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ സ്വദഖത ഇല്ലാ അൻ ളഹരി ഗിനൻ. വഖാല ഇബ്നു അബ്ബാസിൻ ലാ യൂസിൽ അബ്ദു ഇല്ലാ ബിഇദ്നി അഹ്ലിഹി. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അബ്ദു റായിൻ ഫീ മാലി സയ്യിദിഹി. ഉർവ ബിൻ സുബൈർ വിശദീകരിക്കുന്നു, ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട്, ഞാൻ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തൊക്കെയോ ചോദിച്ചു, അദ്ദേഹം എനിക്ക് അത് തന്നു. ഞാൻ വീണ്ടും ചോദിച്ചു, അദ്ദേഹം എനിക്ക് വീണ്ടും തന്നു. എന്നിട്ട് പറഞ്ഞു, ഹക്കീമെ, ഈ സമ്പത്ത് പച്ചയാണ്, മധുരമുള്ളതാണ്. അതായത് നമ്മളെ കൊതിപ്പിക്കുന്ന പഴം പോലെയാകുന്നു സമ്പത്ത് എന്ന് പറയുന്നത്. ആരെങ്കിലും അത് എടുത്താൽ ത്യാഗ്രഹമില്ലാതെയാണ് അത് അവൻ ഉണ്ടാക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നേടുന്നത് എങ്കിൽ അതിൽ അനുഗ്രഹം ഉണ്ടായിരിക്കും. ത്യാഗ്രഹത്തോടെയാണ് അവൻ അത് എടുക്കുന്നത് അല്ലെങ്കിൽ നേടുന്നതെങ്കിൽ അതിൽ അവന് അനുഗ്രഹം കിട്ടുകയില്ല. അത് എത്ര കഴിച്ചാലും മതി വരാത്ത ഒരാളെപ്പോലെയാകുന്നു. അതായത് എന്തോരം ആഹാരം കഴിച്ചാലും വയറ് നിറഞ്ഞായിട്ട് തോന്നുന്നില്ല, തൃപ്തിയാവില്ല. അങ്ങനെ ഉള്ള ഒരവസ്ഥയായിരിക്കും എന്ന് പറയുന്നു. ഉയർന്ന കൈകൾ, അതായത് കൊടുക്കുന്ന കൈകൾ താഴ്ന്ന കൈകളേക്കാൾ, അതായത് വാങ്ങിക്കുന്ന കൈകളേക്കാൾ ഉത്തമമാകുന്നു. നമ്മളെപ്പോഴും കൊടുക്കുമ്പോൾ കൈ കമിഴ്ന്ന് മുകളിൽ നിന്നായിരിക്കും, വാങ്ങിക്കുന്ന ആളുടെ കൈ മലർന്ന് താഴെ നിന്നായിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. കൊടുക്കുന്ന കൈകളാണ് വാങ്ങിക്കുന്ന കൈകളേക്കാൾ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഉയർന്ന കൈകൾ താഴ്ന്ന കൈകളേക്കാൾ നല്ലതാണ്. ഹക്കീം കൂട്ടിച്ചേർക്കുന്നു, ഞാൻ ചോദിച്ചു, അല്ലേ അല്ലാഹുവിൻ്റെ റസൂലേ, അവനാണ് ആരാണോ നിന്നെ സത്യസന്ദേശവുമായിട്ട് അയച്ചത്, അതായത് അല്ലാഹുവാണ് സത്യം എന്ന് അവർ അവരുടെ ഭാഷയിൽ ആലങ്കാരികമായി പറയുന്നു. ഇന്നു മുതൽ ഞാൻ മരിക്കുന്നത് വരെ ആരിൽ നിന്നും ഒരു സാധനവും ചോദിക്കുകയില്ല. അതിനുശേഷം അബൂബക്കർ ഹക്കീമിനെ വിളിക്കാറുണ്ടായിരുന്നു എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഹക്കീം അതൊന്നും അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിക്കില്ലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ഉമർ വിളിച്ചു. അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലാകുമ്പോഴത്തേക്കും ആളുകൾക്ക് ഒരു നിശ്ചിത തുക കൊല്ലത്തിലൊക്കെ കൊടുക്കുന്നൊരു സ്വഭാവമൊക്കെ തുടങ്ങിയിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആയപ്പോഴത്തേക്കും അത് ഇരട്ടിയാക്കി കുഞ്ഞു കുട്ടികൾക്ക് വരെ കൊടുക്കാൻ തുടങ്ങി. അതായത് ഒരു വീട്ടിൽ 10 പേരുണ്ടെങ്കിൽ 10 പേർക്കും ഒരു സർക്കാർ ഒരു ചിലവിനുള്ള പൈസ അങ്ങോട്ട് കൊടുക്കും. അങ്ങനെയുള്ള പരിപാടി. അതിന് വിളിച്ചിട്ട് പോലും ഏറ്റവും ഹലാലായ പൈസയാണ് ഈ പറയുന്നത്. അതുപോലും ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വിളിക്കാറുണ്ടായിരുന്നു എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി. അദ്ദേഹം പക്ഷേ നിരസിക്കുമായിരുന്നു. എന്നിട്ട് ഉമർ പറഞ്ഞു, അല്ലയോ മുസ്ലിങ്ങളെ, ഞാൻ അവന് ഇന്നത് കൊടുത്തു, അതായത് ഹക്കീമിന്, അത് അവൻ്റെ വീതമാകുന്നു, അള്ളാഹുവിൽ നിന്നുള്ള വീതമാകുന്നു. അള്ളാഹു അത് ഉത്തരവിട്ടിരിക്കുന്നു യുദ്ധം മുതൽ അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ. പക്ഷെ അവൻ അത് എടുക്കാൻ താല്പര്യം കാണിക്കുന്നില്ല, അത് നിരസിക്കുന്നു. അങ്ങനെ ഹക്കീം ഒരിക്കലും ആരോടും ഒന്നും മേടിച്ചിരുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്ന് അദ്ദേഹം ആ ചോദിച്ച് മേടിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മരണം വരെ അള്ളാഹു അവൻ്റെ അനുഗ്രഹം അദ്ദേഹത്തിൻ്റെ മേളിൽ ചൊരിയട്ടെ. ഉർവ ഇബ്നു സുബൈർ അന്ന ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു അൻഹു ഖാല സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅതാനി ثم سألته فأعطاني ثم قال لي يا حكيم إن هذا المال خضر حلو فمن أخذه بسخاوة نفس بورك له فيه ومن أخذه بشراف نفس لم يبارك له فيه وكان خالدي يأكل ولا يشبع واليد العليا خير من اليد السفلى. قال حكيم قلت يا رسول الله الذي بعثك بالحق لا أزرع أحدا بعدك شيئا حتى أفارق الدنيا. فكان أبو بكر يدعو حكيما ليعطيه العطاء فيأبي أن يقبل منه شيئا ثم إن عمر دعاه ليعطيه
فأبي أن يقبله فقال يا معشر المسلمين إني أعرض عليه حقه الذي قسم الله له من هذا الفيء فأبى أن يأخذه فلم يرزق حكيم أحدا من الناس بعد النبي صلى الله عليه وسلم حتى توفي رحمه الله. നമ്മളെ അങ്ങനെയുള്ളവരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അള്ളാഹു ആലം. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.